നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. 2026 പുതുവർഷ ആശംസകൾ നേരുന്നു. കർക്കിടക രാശിക്കൂറുകാരുടെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. കർക്കിടകൻ രാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർ ഭയങ്കര ഭക്തി, ദൈവികം, ശ്രദ്ധ, പരിശ്രമശാലികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് ഒരുവിധപ്പെട്ട ഗ്രഹപ്പിഴകളൊന്നും ബാധിക്കില്ല. നല്ല ആത്മീകവും ദൈവികവും ഒക്കെ ഉള്ള സ്വാമിമാരെ പോലെ ജപവും തപവും ഒക്കെ ഉള്ളതും എല്ലാ മതത്തിലും എല്ലാ ദൈവങ്ങളിലും വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് ജീവിക്കുന്നവരുമാണ്. അപ്പോൾ ഈ കൂറുകാർക്ക് കുഴപ്പങ്ങൾ കുറച്ചേ ബാധിക്കൂ എന്ന് പറയുന്നത് അവർക്ക് കുഴപ്പങ്ങൾ ബാധിക്കാത്തത് അവരുടെ പ്രാർത്ഥനയും കർമാനുഷ്ഠാനങ്ങളും കൊണ്ടാണ്. എങ്കിലും ഈ 2026 6-ാം മാസം വരെ അവർക്ക് 12-ൽ വേഴം നിൽക്കുന്ന സമയം, 6-ാം മാസം കഴിഞ്ഞാൽ പിന്നെ 1-ൽ വേഴം സഞ്ചരിക്കുന്ന സമയമാണ്. ഈ വർഷം ആദ്യം പകുതി ഇച്ചിരി കഷ്ടപ്പാടാണ്. 12-ൽ വേഴം നിൽക്കുമ്പോൾ ഒരു ഓട്ടിന് തോറ്റുക, ഒരു മാർക്കിന് തോറ്റുക, ഒരു റാങ്ക് ലിസ്റ്റിൽ കിടന്നാലും ജോലി കിട്ടാൻ തടസ്സം വരിക, കിട്ടിയ ജോലി വലിയ ഗുണമില്ലെന്നും കൊണ്ട് കണക്റ്റ് വരാൻ തോന്നുക, വിവാഹം നടക്കാൻ തടസ്സം, നടന്ന ബന്ധങ്ങൾ വേണ്ടാന്നൊക്കെ അവർക്കങ്ങ് തോന്നുക, മക്കളുണ്ടാകാൻ തടസ്സം, മക്കൾക്ക് അരിഷ്ടതകൾ, ആപത്തുകൾ, അതേപോലെ കുടുംബത്തിൽ ബന്ധുക്കൾക്ക് മരണദുഃഖങ്ങളും, സന്താനങ്ങൾക്ക് ആപത്ത്, അപകടം, മരണം മുതലായ കുഴപ്പങ്ങൾ. നമ്മൾ ആരുടെയും വഴക്കിന് പോകണില്ലെങ്കിലും വേഴം 12 നിന്നാൽ വധോ വയ്യെന്നാണ്. ആരെങ്കിലും മരിച്ചാലും നമ്മളെ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ്, സഹായം കിട്ടാത്തത് കൊണ്ടാണ് അവർ മരിച്ചു പോയതെന്ന് ആളുകൾ പറയുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാവരോടും, മക്കളോടും മരുമക്കളോടും ബന്ധുക്കളോടും ഒക്കെ സ്നേഹം കാണിച്ചൊക്കെ നിൽക്കണം. പിന്നെ അവർ നിമിത്തം നമുക്ക് ഒരുപാട് ധനനഷ്ടം ഉണ്ടാകാൻ യോഗമുണ്ട്. ആര് നിമിത്തം മക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസം, വിവാഹം, അവർക്ക് വസ്തു വാങ്ങിക്കാൻ, കെട്ടിടം വയ്ക്കാനൊക്കെ വേണ്ടി നമ്മളെ വീടും വസ്തുവും വിറ്റെങ്കിലും അവർക്ക് പഠിക്കാനും പഠിപ്പിക്കാനും വിദേശത്ത് പോകാനും കൊടുക്കണമെന്നൊക്കെ തോന്നി. അങ്ങനെയും നമ്മളുണ്ടാക്കിയ പൈസകൾ നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ്. ഒരാൾക്കാർ പറയും 11-ൽ വേഴം നിൽക്കുമ്പോൾ സമ്പന്നരും 12 വേഴം നിൽക്കുമ്പോൾ ദരിദ്രരുമായി പോകും, പിച്ചക്കാരെ വരെ ആയി പോകുക. നമ്മൾ തെണ്ടാനൊന്നും പോകണില്ല. നമ്മുടെ രാജ്യത്തിൽ തെണ്ടികൾ കുറവാണ്. എങ്കിലും നമുക്ക് ഒരു ബാങ്കിൽ ചെന്നെങ്കിലും ചിലപ്പോൾ നമുക്ക് ആ ലോണിഞ്ഞ് തരണം, പൈസയും തരണമെന്ന് നമുക്ക് യാചിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ സൂപ്പർ തെണ്ടിയായിട്ട് വരാനുള്ള ചാൻസും ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സമയത്ത് സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിക്കണം. പൂർവിക വസ്തുക്കൾ വിൽക്കാനും കുറച്ച് കടങ്ങളൊക്കെ വരാനും ഒക്കെ യോഗമുള്ള സമയം. അത് വിറ്റ് കടമൊക്കെ തീർക്കുന്നത് നല്ലതാണ്. കാരണം എന്തെന്നറിയാമോ? നമുക്ക് ചെറിയ കാര്യത്തിന് പോലും സാമ്പത്തിക ക്ലേശങ്ങൾ ഒഴിയാതെ കൈ എത്ര ലക്ഷങ്ങളുണ്ടായിരുന്നാലും അത് ദുർവ്യയമായിട്ട് പോണതും വാരിക്കോരി ചിലവാക്കി ഒന്നിനും ഒരു പുരോഗതി കിട്ടാതെ കടവും കൂടെ കൂടി വരുന്ന സമയവും ജോലിയിലും ബിസിനസ്സിലും ഒക്കെ കിട്ടേണ്ടുന്ന ആ സാമ്പത്തിക നേട്ടങ്ങൾ കുറഞ്ഞു പോണ സമയമൊക്കെയാണ്. അപ്പോൾ 6 മാസം വരെ ഒന്ന് ക്ഷമിക്കണം. അതിന് വേഗം 12 നിൽക്കുമ്പോൾ ഭാഗ്യക്കുറവും ഈശ്വരാനുകൂല്യ കുറവും ഉണ്ടെന്ന് പറയും. ഇപ്പം ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. നമ്മളെ വീട്ടിൽ കറണ്ടില്ലാത്ത, നാട്ടിൽ കറണ്ടില്ലാതിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും കാര്യങ്ങൾ? എല്ലാം മങ്ങലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിഷ്ണു പൂജകളും ഭക്തി പുരസ്സരമുള്ള പ്രാർത്ഥനകളും ജപങ്ങളും തപങ്ങളും കുറച്ചും കൂടെ ശക്തമാക്കണം. അത് കഴിയുമ്പോൾ 6-ാം മാസം കഴിയുമ്പോൾ നമുക്ക് വേഴനെന്ന് പറയുന്ന ഗ്രഹം 12-ൽ നിന്ന് മാറി 1-ലേക്ക് വരും. അത് ഒരു വളരെ ഉപകാരവും പിടിച്ച സമയമാണ്. വേഴം ഉച്ചത്തിലാണ് നമുക്ക് വരണത്. ശുംഖസ്ഥിതേ തനുപദോ സദനസ്യ വീര ജേതാദിഷാം കലുപവേൽ പ്രഥമാന തേജോന. സദനം പൈസയൊക്കെ കിട്ടും, കിട്ടാറാക്കണ പൈസ, ജോലി, അധികാരം ഒക്കെ കിട്ടും. സദനസ്യ വീരം, വീര ഉത്സാഹവും വീരത്വവും കിട്ടും. ജേതാവ് എന്ന് വെച്ചാൽ ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും പോയി വിജയിച്ച് നേടി വരുന്ന ആൾക്കാരെ ജേതാവ് എന്ന് പറയും. അഭിമാന തേജസ്, നല്ല അഭിമാനം, തേജസ്, ഐശ്വര്യം,
നേട്ടങ്ങൾ പുരോഗതികൾ ഒക്കെ കിട്ടും. അങ്ങനെ നല്ല രീതിയിൽ രക്ഷപ്പെട്ടു വരാൻ പറ്റും. കൂടാതെ വേഴൻ 1 വരുമ്പോൾ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥസമ്പത്ത്, ആ സുഖസ്ഥിതി കിട്ടും, ജയം കിട്ടും, ആരോഗ്യം കിട്ടും, അസുഖമൊക്കെ മാറും, കീർത്തിയും വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശും സ്വാധീനം കൊണ്ട് ഒരു കാലത്തും ഒരിക്കലും നേടാൻ പറ്റാത്തത് ദൈവീകം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നേന വീട്, വസ്തു, കെട്ടിടം, വാഹന, പൂർത്തി, സമ്പത്ത്, സന്തോഷം, അധികാരം ഒക്കെ കിട്ടി നമ്മൾ സീറായിട്ടിരിക്കുന്ന ഒരാൾ ഹീറോയായിട്ട് ശോഭിക്കാൻ പറ്റുന്ന സമയമാണ്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി പതിവിലധികം പ്രതീക്ഷിച്ചതിനേക്കാളും മെച്ചവും നേട്ടവും ഭാഗ്യമൊക്കെ കിട്ടുന്ന സമയം. ആ കാലഘട്ടം വളരെ നല്ലതാണ്. ശനിയും 2025 മാർച്ച് മുതൽ 2.5 വർഷത്തേക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടും വളരെ മെച്ചം പിടിച്ച ഭാഗ്യങ്ങൾ കിട്ടും. ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നമുക്ക് വലിയ അധികാരം, സന്തോഷം, സമൃദ്ധി, പ്രവർത്തന നേട്ടങ്ങൾ, ചെറിയ പ്രവൃത്തി കൊണ്ട് വലിയ നേട്ടങ്ങൾ, ചെറിയ ഒരു കച്ചവടം നടത്തുന്ന ആൾ പോലും, ഒരു തൊഴിലാളി പോലും വലിയ മുതലാളിയായിട്ട് ജീവിക്കാനുള്ള യോഗം, വിദേശ യാത്ര, പ്രവൃത്തി ഗുണങ്ങൾ, വീട്, വസ്തു, കെട്ടിടമൊക്കെ ഉണ്ടാകാനുള്ള യോഗങ്ങൾ, ആരോഗ്യവർദ്ധന, പ്രമുഖ വ്യക്തികളുടെ പ്രീതി, സഹായം, സന്തോഷം, അധികാരികൾ, സർക്കാർ, കോടതി, ഇവരിൽ നിന്നൊക്കെ സഹായം, എല്ലാ കാര്യത്തിനും വിജയവും, മനസ്സന്തോഷം, യശസ്, സന്താനങ്ങൾക്കും ഐശ്വര്യം, അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ആദ്യഘട്ടം 12 നിൽക്കുമ്പോൾ സന്താനങ്ങൾക്ക് വിഷമമാണെങ്കിലും വേഴം 1 വരുമ്പോൾ സമ്പത്തിനും സന്തതിക്കും ഒക്കെ ഐശ്വര്യം ഉണ്ടാകും. ശനി 2028 വരെ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് അതും ഗുണമാണ്. പിന്നെ നമുക്ക് പൊതുവെ സർപ്പം 8 നിൽക്കുന്നത് കൊണ്ട് ചെറിയ മുട്ടുവേദന, വാർത്തോ, ന്യൂറോ, ഗ്യാസ്ട്രോ, സൈക്കോ പ്രോബ്ലങ്ങളൊക്കെ വരുന്ന സമയമാണ്. അതുകൊണ്ട് നാഗർക്ക് നമ്മൾ വഴിപാട് ചെയ്യണം. ഡ്രൈവ് ചെയ്യുന്നത് സൂക്ഷിക്കണം. മുട്ടിനും കാലിനും ഒക്കെ ചെറിയ വേദനകളൊക്കെ വന്നാൽ പെട്ടെന്ന് മാറൂല. പക്ഷെ എങ്കിലും നമുക്ക് രോഗശമനം വന്ന് രോഗമൊക്കെ പൂർണ്ണമായിട്ട് മാറി രക്ഷപ്പെടാൻ അതിയായ ഭാഗ്യം യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഭക്തി കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കിട്ടുമെങ്കിലും ഈ ആദ്യകാലം നമുക്ക് അമ്പലം, ക്ഷേത്ര പൂജകൾ, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഷ്ഠാനങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മുടങ്ങിപ്പോകാനൊക്കെ ഉള്ള യോഗമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭക്തിയോടുകൂടി തന്നെ ജീവിക്കണവരാണെങ്കിലും കുറച്ചും കൂടെ ഭക്തി നമ്മൾ കാണിച്ച് ശ്രദ്ധയോടുകൂടി ജീവിച്ചാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെയുള്ള ഗ്രഹപ്പിഴകൾ വരുന്ന സമയം ദുസ്തകേടവശദാരുജാഗമം സ്വസ്ഥകേടവശതക ശമം വധി മന്ത്ര നൃത്ത ബലി പൂജ ഔഷധ ദേവത ഭജനധാതു പോഷണഹീനാണ്. ഗ്രഹങ്ങൾ ദുസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ രുജാഗമം രോഗങ്ങൾ വരും. സ്വസ്ഥകേടവശതക ശമം ഗ്രഹങ്ങൾ സ്വസ്ഥന്മാരായിട്ട് വരുമ്പോഴാണ് ദോഷങ്ങൾക്ക് ശമനം വരുന്നത്. മന്ത്ര നൃത്ത ബലി പൂജ ഔഷധം, മന്ത്രം ജപിക്കണം, നൃത്തം, അമ്പലത്തിൽ കൊടുതി മുതലായ കാര്യങ്ങൾ, കുടുംബക്ഷേത്രത്തിൽ വഴിപാട്, ദർശനം, പൂജയൊക്കെ നടത്തണം. ബലി, സർപ്പബലി, പിതൃക്കൾക്ക് ബലി മുതലായ കാര്യങ്ങൾ നടത്തണം. മന്ത്രനൃത്ത ബലി, പൂജകൾ, നമുക്ക് മൃത്യുഞ്ജോമം, ഗണപതി പൂജ, ഐശ്വര്യ പൂജ, സന്താന ഗോപാലമൂർത്തി പൂജ, ദുർഗമാംഗല്യ പൂജ ഇതൊക്കെ ചെയ്യണം. മന്ത്രനൃത്ത ബലി പൂജ, ഔഷധേർ ദേവതാ പൂജ, ഔഷധം കഴിക്കണം, ദേവനെ ഭജിക്കണം. ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രഹപ്പിഴകളും മാറും. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ നമുക്ക് വളരെ ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും കിട്ടും. ജാതകത്തിൽ ഗ്രഹപ്പിഴയൊക്കെ കൊണ്ട് 7, 3, 6, 8, 12 സഞ്ചരിക്കുന്ന ജാതകക്കാർ, സർപ്പങ്ങൾ 8ലും 12ലും ദുരിത സ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നവർക്ക്, വേഴൻ അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ജാതകങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര കഴിവും അറിവും ബുദ്ധിയും ഉണ്ടെങ്കിലും ഭാഗ്യം കിട്ടാതെ പോകും. അപ്പം അതുകൊണ്ട് ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പിഴ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും കുടുംബക്ഷേത്രത്തിലും മതപരമായിട്ടും മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും നേർച്ചകൾക്കും ഒക്കെ നടത്തുമ്പോൾ നമുക്ക് വെനകളും കൂനാക്കുരുക്കുകളും ഒക്കെ മാറി നല്ലത് വരും. ഇങ്ങനെ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, അതേപോലെ പിതൃക്കൾക്ക് ബലി, തിരുഹോമം, വൈകുന്നേരം 4 മണിക്ക് യമരാജ പൂജ, 5 മണി തൊട്ട്
7 മണി വരെ നമുക്ക് ഭദ്രകാളി പൂജയും പാല്, തൈര്, കളഭം, വെണ്ണ, കുങ്കുമം അതേപോലുള്ള വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള കലശ അഭിഷേകങ്ങൾ, പുഷ്പാർച്ചന, അതേപോലെ ഭസ്മാഭിഷേകം, ദീപ ആരതി മുതലായ വിശിഷ്ടമായ പൂജകൾ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങളും സഹായങ്ങളും കൊണ്ട് നടത്തിപ്പോരുന്നു. ഈ പൂജകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. ജാതകം പരിശോധിച്ച് നോക്കുന്ന ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തരണം. എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി കാല ഭൈരവ സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.